ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാം. കാര്യം പറ. അതെ, പണ്ട് ഒരു 5 കൊല്ലം മുമ്പേ എന്റെ അമ്മ എന്റെ പേരിൽ ഒരു FD ഇട്ടിട്ടില്ലായിരുന്നോ? ആ, പൊട്ടിച്ചാ നീ? ഇല്ലെന്ന്. പിന്നെ അതിന്റെ പലിശ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ആണ്? ആ, എത്ര രൂപ? 32,000 രൂപ. പയ്യെ പറ. പൈസയുടെ കാര്യമാണ്. എല്ലാരും കൂടെ അതിൽ കമന്ന് വീഴും. സുമേഷർക്ക് അറിഞ്ഞ പിന്നെ അതിന്റെ പേരിൽ വേറെ എവിടെ നിന്നും പൈസ വാങ്ങിക്കും. എന്തായാലും പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടിയില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഇത് എടുത്തിട്ട് വേറൊരു FD തുടങ്ങും. എന്നിട്ട് ഈ പൈസ മൊത്തം അതിലോട്ടങ്ങ് മാറ്റും. അല്ല, ഈ പൈസ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് എടുത്തിട്ട്. ഒന്നും എടുക്കണ്ട, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടാ മതി. ഒരുപാട് ആവശ്യങ്ങളുള്ളത്. അപ്പൊ FD ആവശ്യം നടക്കൂ? FD ആവശ്യങ്ങളിൽ പിന്നീട് നടന്നോളൂ. രതീഷ സുനിയുടെ ബാക്കി ഇരിപ്പോണ്ട അടിയടാ. എടാ സ്കോപ്പ് എടുത്ത് ചടി, സ്കോപ്പ് എടുത്ത് ചടി. എടാ കേറി അറ്റാക്ക് എനിക്കൊരു രഹസ്യം പറയണമെന്ന്. അടിച്ച് തല കിട്ടുന്ന ഹെഡ്ഷോട്ട് അടിച്ച് തല പോയി. ഞാൻ അതിനെക്കാട്ടി വലിയൊരു കാര്യം പറയാൻ വന്നത്. എന്ത് കാര്യം? എനിക്കൊരു രഹസ്യം പറയണം. രഹസ്യോ? ആ രഹസ്യം പറഞ്ഞിട്ട് പോ. താങ്ങോ ചിറ്റപ്പ? അത് ചിറ്റപ്പ താങ്ങോന്ന്. കൊതു ചിറ്റപ്പ അത് താങ്ങോന്ന്. എടാ ആറാറടി പൊക്കോളെ, ഞാൻ പിന്നെ രഹസ്യങ്ങളൊക്കെ നീ പറയടേ എന്ന് ചുമ്മാ. ഭയങ്കര സീക്രട്ടാണ്. ഭയങ്കര സീക്രട്ടാണ്. വായാനോ? വരാനിങ്ങോട്ട്. അമ്മയ്ക്ക് ബാങ്കിൽ നിന്ന് കൊറേ പൈസ കിട്ടി. പൈസയോ? പൈസ കിട്ടി. എത്ര രൂപ? 32,000 രൂപ. 32,000 രൂപ? ഓടാ സത്യം. അത് ചിലപ്പോ വല്ല ഇത് മാറി വന്നായിരിക്കും, മറ്റേ അക്കൗണ്ട് ഒക്കെ. ഇപ്പൊ അക്കൗണ്ട് മാറി വന്നൊന്നും അല്ല. അമ്മ അവിടെ FB ഇൻട്രസ്റ്റ് എന്ന അച്ഛനത്തെ പറഞ്ഞ ഞാൻ കേട്ട്. ആമില്ലാത്തിന്റെ കുറവ് നീ അങ്ങ് നിർത്തിയല്ലേ? ശരി, ഞാൻ പോട്ടോ. അല്ല ചേട്ടത്തിക്ക് FB ഒക്കെ ഉള്ള ആര് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും എന്റെ പങ്കു ഞാൻ മേടിക്കാം. ഇപ്പൊ തരും. എന്താ ചേട്ടത്തിന് ഒരേ ഒരു അനിയനില്ല, അപ്പൊ എനിക്ക് ചേട്ടൻ തരായിരിക്കോ? ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാൽ അവര് തരത്തൊന്നുമില്ല. പ്രത്യേകിച്ച് അച്ഛനും കൂടി ഈ സംഭവം കിട്ടും, പിന്നെ ഒരിക്കലും കിട്ടൂല. ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്തോന്ന് ചെയ്യാ? ഞാനും കുറെ സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? കൊറേ കണ്ട്. പറ, നിന്റെ സ്വപ്നം പറ. നമ്മളെ കൊറേ ഡ്രസ്സ് വാങ്ങിക്കുന്നതായിട്ടും കുഴിമന്തി അൽഫാമും കഴിക്കുന്നതായിട്ടും മറ്റേ ഈ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡൊക്കെ ഇങ്ങനെ കോരി കഴിക്കുന്നതായിട്ടും കുറെ കണ്ട്. പക്ഷെ കാശില്ലല്ലോ. ഈ കാശില്ലാതെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. ഐഡിയ വല്ലതും ഉണ്ടോ നിന്റെ? എന്റെ ഐഡിയ ഒന്നുമില്ല. ഇതിന്റെ ഫുൾ സ്കെച്ച് ഞാൻ വരയ്ക്കാം. ഏതിന്റെ? കട്ടിന്റെ അടിയിലെ കത്തി സിനിമ അടക്കല്ലേ? കട്ടിന്റെ അടിയിലെ കത്തി സിനിമ അടക്കല്ലേ? ചമ്പു ഞാൻ ബിൽഡപ്പ് കൊടുത്ത എന്റെ ഒരു ഐഡിയ ഉണ്ട്. പറ. നിനക്ക് ഇഷ്ടം മുണക്ക് ഫ്രൂട്ട് സലാഡും പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു ഐഡിയ. അത് വാങ്ങിച്ചു തരണം, കാരണം ഞാനാണ് സീക്രട്ട് പറഞ്ഞത്. സീക്രട്ട് പറഞ്ഞത് നീയാണ്. നിനക്ക് ഐഡിയ വർക്കൗട്ട് ആക്കി നിനക്ക് ഞാൻ മേടിച്ചു തരും. തരുമല്ലേ? ഐഡിയ ഉണ്ട്. കൊതു അവിടെ ഇരിക്കട്ടെ. കൊതു കാത്തിൽ കിടക്കുമ്പോ ഒന്ന് കടിക്കല്ലേ. കഷ്ടമാണ് നോക്കണേ വീട്ടിലെ കാര്യങ്ങളൊക്കെ. എന്താ അടുക്കള പണി ചെയ്യാൻ തുടങ്ങുമ്പോഴേ വിളി തുടങ്ങും. ഇത് കണ്ടാ? എന്താ ഇതിന് കുഴപ്പം? ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഷർട്ട് ഇട്ടോണ്ട് പോയതാ, ഒരു കുഴപ്പമില്ലതാ. ഇത് കണ്ടാ? അതുപോലെ എലിയും കരണ്ടതായിരിക്കും. പിന്നെ ഇങ്ങനെ തുന്നൽ വിടുന്ന പോലെ എലി ഡ്രസ്സ് കളയുന്നത്. എന്റെ പൊന്നു മനുഷ്യ, ഒന്നാമത് ഇത് പഴഞ്ചൻ ഷർട്ടാ. ഇതെങ്ങാനും കൊണ്ട് നിങ്ങൾ വേസ്റ്റിലിടും, ഞാൻ വൈകുന്നേരം കത്തിച്ചോളാം. എന്തോന്നു ഇത്? ഈ ഷർട്ട് ഞാൻ എടുത്തിട്ട് 3 വർഷം പോലും ആയില്ല. ഇത് ഇത്തിരി ഒന്ന് തച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം വരെ സുഖമായിട്ടുണ്ട്. ഇനി തയ്ക്കാനൊന്നും നിൽക്കണം. ഒന്നാമത് ഫേഡും ഒക്കെ ആയതാ. ഇത് കൊണ്ട് കള മനുഷ്യ. നീ ഒന്ന് തച്ചാ. ഞാൻ സൂചി നൂലെടുത്ത് തരാം. എനിക്ക് അടുക്കള പണിയുണ്ടെന്ന്. നൂലെടുത്ത് തരാം, നിങ്ങൾ തയ്ച്ചു. അതെ, ഭർത്താവിന്റെ ഡ്രസ്സൊക്കെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ തച്ചു കൊടുക്കാം. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ അടുക്കള കുറച്ച് സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഞാൻ തയ്ച്ചു തരാം, നിങ്ങൾ പോയി സാമ്പാർ ഉണ്ടാക്കും. ചെല്ല്. ഇങ്ങോട്ട് നീ സൂചി ദൂരം എടുത്തോളാം, ഞാൻ തച്ചോളാം. ഞാൻ എടുത്തോണ്ട് വരാം. ഇനി വിളിക്കണല്ലോ. കൊണ്ടുവന്നില്ല, ഞാൻ വീണ്ടും വിളിക്കും. കൊണ്ടുവരുമോ? കൊണ്ടുവരാന്നാ. വേണം, നീ ഇട്ടോണ്ട് പോളതാ. നല്ല ഷർട്ടായിരുന്നു ഇത്. തയ്ക്കുന്ന കണ്ടിട്ട് മനസ്സിലല്ലേ? എടാ ഇതൊരു ഇവിടെ ഒരു കണ്ടാ തയ്യൽ വിട്ടു, അന്ന് തുന്നി ശരിയാക്കുന്നതാ. ഈ പഴയ ഷർട്ട് ഇട്ടുണ്ടോ പുറത്തോട്ട് പോകാൻ വന്നത്? പുതിയ മേടിക്കച്ചത്? ഈടാ പത്രത്തിലൊക്കെ പരസ്യമൊക്കെ ഞാനും കാണുന്നുണ്ട്. പുതിയ ഷർട്ടൊക്കെ ഭയങ്കര വിലയടാ. പത്രത്തിലെ പരസ്യം കണക്കൊന്നുമല്ല, അച്ഛനെ ഓൺലൈനിൽ നിന്ന് മേടിച്ചു തരാം.
അയ്യോ വേണ്ട, നമുക്ക് ഇതൊക്കെ മതിയടേ. അത് മാത്രല്ല അച്ഛൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പറയത്തില്ലേ രാവിലെ വീട്ടിലെ കുഞ്ഞുണ്ണി കീറി ഷർട്ടിട്ടുണ്ട് വന്ന്. ഒരു കുഴപ്പമില്ല. എടാ ഇത് ഇത്രയും കൊണ്ട് തച്ച് കഴിഞ്ഞാല് ഒരു 2 വർഷം സുമ്മാറായിട്ട് ഇടാം. ഈ ഷർട്ടിന് 2 വർഷം കൂടി ഇടാനോ? ഓ ഞാൻ വേണമെങ്കിൽ ഒരു 5 വർഷം വരെ ഇടും. എന്ത് കുഴപ്പമെന്ത്? എന്തിനാ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? പുതിയൊരെണ്ണം മേടിച്ചോടാ അച്ഛാ. എടാ പിശുക്കായിട്ടില്ല, കയ്യിൽ പൈസ ഇല്ലടാ. പൈസ ഇല്ല. പൈസ ഇല്ല. നീ വാങ്ങിച്ചു തരൂ. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ചേട്ടൻ്റെ അടുത്ത്. പാടാ അവിടുന്ന്. അതാണ് അവനും കൂടെ ഞാൻ തുണി എടുത്ത് കൊടുക്കേണ്ടി വരും. അച്ഛ എന്റെ കൂടെ നിന്ന് നമുക്ക് ചേട്ടനെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാം. അത് നടക്കില്ല, പോടാ അവിടുന്ന്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേന്ന്. ശരിയാവില്ലെന്ന് പറഞ്ഞല്ല, ഞാൻ ഇതിട്ടോളാം. പ്ലാൻ ബി നോക്കാം. എന്തോ ഈ ഷർട്ടേ കറക്റ്റ് ആയിട്ട് തച്ചില്ലെങ്കിൽ നാട്ടുകാർ കാണും ഇങ്ങനെ വിടർന്നിരിക്കും. ഞാൻ കറക്റ്റ് ആയിട്ട് തച്ചോളാം കേട്ടാ. ചെല്ല്. അല്ലെ സത്യം പറഞ്ഞ ചേട്ടനടുത്ത് പറഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചേട്ടനടുത്ത് പറഞ്ഞ പൈസ ഇറക്കി ഷർട്ട് മേടിക്കാം. ആണല്ലേ? നടക്കുമല്ലേ? നടക്കും പിന്നല്ലേ. എന്നാ നടന്നങ്ങോട്ട് പോയാ മതി കേട്ടാ. ഇത് ഞാൻ ചെയ്തോളാം. അച്ഛന്റെ കൈ സൂചി കയറല്ലേ. എന്നെ പണിപ്പിക്കാൻ വരുന്നവൻ.